ശബരിമല വിഷയത്തിൽ ഈ രാഹുൽ ഈശ്വർ പല ചർച്ചകളിലും പറയുന്നത് ഞാൻ കേട്ടതാണ്. തന്ത്രി ഒരു മന്ത്രിയെ രക്ഷിക്കാനായി അല്ലെങ്കിൽ മറ്റു പല ഉന്നതരെ രക്ഷിക്കാനായി തന്ത്രിയെ കുടുക്കിയതാണ് എന്നൊക്കെയുള്ളത്. പക്ഷെ ഈ ശബരിമല വിഷയത്തില് ഈ എന്ത് അവിടെ നടന്നാലും ഈ അയ്യപ്പന്റെ അച്ഛൻ എന്ന് പറയുന്ന ഒരു അധികാരം നമ്മൾ കൊടുത്തിരിക്കുന്നത് തന്ത്രിക്കാണ്. തീർച്ചയായിട്ടും ഒരു ചെറിയ കാര്യം അവിടെ നടന്നാലും അത് അറിയേണ്ടത്, ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യം നടന്നാലും അത് അറിയേണ്ടത് തന്ത്രിയാണ്. അപ്പൊ എന്താണ് രാഹുൽ ഈശ്വർ ഈ തന്ത്രി അനുകൂലിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? 2025 നടന്ന വെളിയിൽ വന്ന സ്വർണ്ണക്കൊള്ള 2019 എങ്ങനെ തന്ത്രി മുൻകൂട്ടി കാണും? 2025 ഭാരം നോക്കി തൂക്കം നോക്കി സ്വർണം പാളികളെ കുറിച്ച് ഹൈക്കോടതി കണ്ടെത്തിയ കാര്യം 6 വർഷം മുമ്പ് തന്ത്രി എങ്ങനെ മുൻകൂട്ടി കാണുമെന്നാ പറയണേ? തന്ത്രി അറിയാതെ ശബരിമലയിൽ ഒരു ഇല പോലും അനങ്ങില്ല എന്നാണ് പലരും പറയുന്നത്. തന്ത്രി എന്താ മരം വല്ലോ ആണോ ഈ ഇലകളെ കുറിച്ചെല്ലാം അറിയാൻ? ഇത് തന്നെ വേറെ ആൾക്കാരെ കുറിച്ച് പറഞ്ഞു നോക്കൂ. മന്ത്രി അറിയാതെ ശബരിമലയിൽ ഒരു ഇലയെങ്കിലും അനങ്ങുമോ? മുഖ്യമന്ത്രി എല്ലാ ദിവസവും ഇന്റലിജൻസ് ബ്രീഫിംഗ് ഉള്ള ആളല്ല. മുഖ്യമന്ത്രി അറിയാതെ ഏതെങ്കിലും ചെയ്യും? ഇങ്ങനെയൊക്കെ നമുക്കൊരു നറേറ്റീവ് ബിൽഡിങ്ങിന് വേണ്ടി പറയാമെന്നല്ലാതെ ഇതിൽ എന്തെങ്കിലും സത്യസന്ധതയുണ്ടോ? പോട്ടെ, നമുക്ക് റിമാൻഡ് റിപ്പോർട്ട് പരിശോധിക്കാം. റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് എന്താ? ദേവന്റെ, അതായത് അയ്യപ്പന്റെ അനുജ്ഞ വാങ്ങിയില്ല, താന്ത്രിക ആചാരങ്ങൾ പാലിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളാണ്. ഇത് SITയോട് ആര് പറഞ്ഞു? SIT അയ്യപ്പന്റെ മൊഴി എടുത്തോ? അങ്ങനെ ചെയ്തോ ഇല്ലയോ എന്ന് പറയാൻ SITക്ക് എന്താണ് അധികാരം? സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഇത്രമാത്രം ഫ്രിവലസ് ആയ ഫ്ലിംസി ആയ ഗ്രൗണ്ടിൽ ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ യഥാർത്ഥത്തിൽ റിമാൻഡ് റിപ്പോർട്ട് വായിക്കുമ്പോൾ ഒരു സോളിഡ് ഗ്രൗണ്ടുകളും ഈ വിഷയത്തിനകത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഇതിന്റെ പ്രതികാരം, ഒരു അയ്യപ്പ വിശ്വാസി ആയതുകൊണ്ട് അതിന്റെ നന്മയിൽ എനിക്ക് പറയാൻ കഴിയും, ഇതിന്റെ പ്രതികാരം ആ പാവം ശങ്കർദാസിന്റെ പുറത്തും കടകംപള്ളിയുടെ പുറത്തും തീർക്കരുത്. ശ്രീ കടകംപള്ളി ഞാൻ ഏറ്റവും എതിർക്കുന്ന പാർട്ടിയായ CPMന്റെ മന്ത്രിയായിരുന്ന CPMന്റെ മെമ്പറാണ്. പക്ഷേ ശ്രീ കടകംപള്ളിക്കെതിരെ, തന്ത്രിക്കെതിരെ ഉള്ളതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ 9 ഇടക്കാല ഉത്തരവുകളിൽ പരാമർശങ്ങളില്ല. ശ്രീ ശങ്കർദാസ് 83 വയസ്സായി, പക്ഷാഘാതം വന്ന് വയ്യാതെ കിടക്കുകയാണ്. അദ്ദേഹത്തെ ഈ സമയത്ത് അറസ്റ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും നന്മയുണ്ടോ? ഇല്ല. ഇനി ആത്യന്തികമായ ട്രയലിന്റെ ഭാഗമായി ഇദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ കോടതി അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് വിധിക്കട്ടെ. പക്ഷേ ഇത്തരം കാര്യങ്ങളെ കയ്യടിക്ക് വേണ്ടിയും ആരെങ്കിലും അറസ്റ്റ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടുമെന്ന പേരിലും ലോഹിക്കുന്നതിൽ യാതൊരു നന്മയില്ല. ഒരു പ്രധാന കാര്യം കൂടെ എന്നെ നമ്മുടെ വലതുപക്ഷത്തെ പല സുഹൃത്തുക്കളും, പ്രത്യേകിച്ച് ഹിന്ദു സംഘടനയുള്ള ആൾക്കാരെ വിളിച്ചു പറഞ്ഞു, ഒരു കാരണവശാലും ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് പറയരുത്. അയാളുടെ മകനായ ശ്രീ ഹരിശങ്കറാണ്, ശ്രീ ശങ്കർദാസിന്റെ മകനായ ഹരിശങ്കറാണ് ശബരിമലയിൽ യുവതികളെ കയറ്റിയത് എന്ന്. ഞാൻ പറഞ്ഞു എനിക്കത് അറിയില്ല, ആയിരിക്കാം അല്ലായിരിക്കാം. ആണെങ്കിലും അല്ലെങ്കിലും അതിന്റെ പേരിൽ 7 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അച്ഛനോട് പ്രതികാരം ചോദിക്കുന്നതിന് എന്ത് നന്മയാണുള്ളത്? അപ്പൊ യഥാർത്ഥത്തിൽ ചില ആൾക്കാർ വിചാരിക്കുന്നത് അയ്യപ്പൻ KGF 2 റോക്കി ബായി ആണെന്നാണ്. അതായത് ഓടി നടന്ന ആൾക്കാർക്ക് പണി കൊടുക്കുകയും പ്രതികാരം ചെയ്യുന്ന ഒരു റോക്കി ബായിയാണ് അയ്യപ്പൻ എന്നാണ് കരുതുന്നത്. അങ്ങനെയല്ല. അയ്യപ്പൻ താന്ത്രിക വിധി പ്രകാരം പോലും ശാന്തമൂർത്തിയാണ്. അതായത് യോഗി ഭാവത്തിലിരിക്കുന്ന ശാന്തമൂർത്തിയാണ് അയ്യപ്പൻ. അയ്യപ്പന്റെ പേരിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രാഷ്ട്രീയം പറഞ്ഞു തീർക്കാനോ ദ്രോഹം പറഞ്ഞു തീർക്കാനോ ചെയ്യണം. ഒരു വരി കൂടെ പറഞ്ഞ് ഞാൻ താങ്കളുടെ അടുത്ത യോഗത്തിലേക്ക് കിടക്കാം. എന്നെ കുറെ പേര് വിളിച്ചു പറഞ്ഞു, തന്ത്രിയോടൊന്ന് പറയണം, മന്ത്രി പറഞ്ഞിട്ടാണ് അനുജ്ഞ കൊടുത്തതെന്നോ അല്ലെങ്കിൽ മന്ത്രി പറഞ്ഞിട്ടാണ് ഈ അനുജ്ഞ മേടിക്കാതിരിക്കുകയോ മറ്റും ചെയ്തു എന്ന് പറയണം. അപ്പൊ മന്ത്രി കൂടെ അറസ്റ്റ് ചെയ്യും. എന്ത് നന്മയാണ് അതിലുള്ളത്? ആരും സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്ന സമയത്ത് ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ് പിന്നെയും വനിതാ സ്ത്രീ വിശ്വാസികൾ വേറെ ആക്ടിവിസ്റ്റുകൾ വേറെ എന്ന് പറയുന്ന ഒരു ഡിഫറൻസിയേഷൻ മുമ്പോട്ട് കൊണ്ടുവന്നത്. ശബരിമല സുപ്രീം കോടതിയുടെ വിധിന്യായം തെറ്റായി പോയി എന്ന് ഈ അടുത്തിടയ്ക്ക് അയ്യപ്പ സംഗമത്തിലെങ്കിലും പറയാൻ ധൈര്യം കാണിച്ചത്. എനിക്ക് CPMനെ എതിർക്കുന്ന വ്യക്തിയാണ്, CPM മാറണം അധികാരത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ വിരോധം അയ്യപ്പന്റെ ചുമലിൽ വെച്ച് തീർക്കരുത്. ഈ തന്ത്രിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ അനുജ്ഞ നൽകിയില്ല, മാത്രമല്ല ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ മൗന അനുമതി നൽകി. സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുമ്പോൾ തന്ത്രി അറിഞ്ഞിരിക്കേണ്ടതല്ലേ? ഈ 2019 എല്ലാവരുടെയും ഫ്രണ്ട് വെച്ചല്ലേ അഴിച്ചെടുത്തത്. സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയാൽ ഒരു പ്രശ്നവുമില്ലല്ലോ. അതിനുശേഷം അതിൽ നിന്ന് സ്വർണം എടുത്തു മാറ്റിയതല്ലേ പ്രശ്നം. പക്ഷെ ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികൾ എന്ന് എഴുതി വെച്ചത് ഈ ശങ്കർദാസും ഈ തന്ത്രിയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? ഇത് എങ്ങനെ അറിയാനാണ് മാഡം? അത് അഡ്മിനിസ്ട്രേറ്റീവ് ആയ ഒരു കാര്യമല്ലേ? അതായത് എല്ലാ അമ്പലങ്ങളിലും നമ്മൾ നിയമപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യം, എല്ലാ അമ്പലങ്ങളിലും 2 വിഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ്, 2 ആചാരപരം.
അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനും ആചാരപരമായ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം തന്ത്രിക്കുമാണ്. പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം, പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകാൻ. തന്ത്രിക്ക് ശബരിമലയിൽ ഏത് പൂവ് മേടിക്കണമെന്ന് പറയാം, പക്ഷേ ആ പൂവ് എവിടെ നിന്ന് മേടിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ്. നാളെ ദേവസ്വം ബോർഡ് പൂവ് മേടിക്കുന്നതിൽ അഴിമതി ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദി തന്ത്രിയാകുമോ? ഈ ദേവസ്വം ബോർഡ് അംഗം, ദേവസ്വം ബോർഡിന്റെ മുൻ അംഗമാണ് ഈ ശങ്കർദാസ്. അപ്പൊ ശങ്കർദാസിന് ഇതില് കൃത്യമായ ഇടപെടൽ ഉണ്ടായി കാണില്ലേ? ഈ സ്വർണ്ണപ്പാളികൾ, അതായത് യഥാർത്ഥത്തിൽ അവിടുന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ഈ പിത്തള പാളികൾ സ്വർണ്ണപ്പാളികൾ അല്ല ചെമ്പ് പാളികൾ എന്ന് മാറ്റിയാണ് ശ്രീ പത്മകുമാർ എഴുതിയെന്നാണ് രേഖകൾ കാണിക്കുന്നത്. അതാണ് അതിന്റെ ഫാക്ട് ഓഫ് ദി മാറ്റർ. രണ്ട്, അതിനുശേഷം പ്രത്യേകിച്ച് ദ്വാരപാലക ശില്പങ്ങൾ അടക്കം ഇളക്കി എടുത്തുകൊണ്ട് പോയതിനു ശേഷം അതിൽ നിന്ന് സ്വർണം പോയി എന്നുള്ളതല്ലേ കേസ്. അപ്പൊ അത് ഇനി നാളെ അത് ഇളക്കിയെടുത്ത പണിക്കാരനെ കുറ്റം പറയാൻ കഴിയൂ? അത് ഇളക്കിയെടുക്കാൻ സഹായിച്ച ആൾക്കാർ അതിൽ കുറ്റക്കാരാണോ? എന്ത് തരം ലോജിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? യഥാർത്ഥത്തിൽ മാധ്യമങ്ങളിൽ കയ്യടി നേടാൻ പറയുന്ന ലോജിക്ക് കോടതിയുടെ റിമാൻഡ് റിപ്പോർട്ടിലേക്കൊക്കെ വരുമ്പോൾ വേദനയും ഞെട്ടലുമാണ് ഉണ്ടാകുന്നത്. അവിടെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിൽ ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്നത്. ധന്യാജിയോട് ഞാൻ ഒരു കാര്യം ചോദിക്കാം. യഥാർത്ഥത്തിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഞെട്ടൽ യഥാർത്ഥത്തിൽ കുറെ കൂടി ഒരു പകപ്പായില്ലേ ആ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചപ്പോൾ? കാര്യം നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ ഇത്രയും ദുർബലമായ കാര്യങ്ങളും വൈരുദ്ധ്യമുള്ള കാര്യങ്ങളും ഗ്രൗണ്ട് ഇല്ലാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ സോളിഡ് ഗ്രൗണ്ട്സ് അല്ലാതെയാണ് വീക്ക് ഗ്രൗണ്ട്സിലാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്ന് ആരെങ്കിലും വിചാരിച്ചു? അപ്പം തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയും മാധ്യമ ശ്രദ്ധ തിരിക്കാനും ഒരുപക്ഷെ ബാക്കി ചില കാര്യങ്ങൾ മറയ്ക്കാനും ഒക്കെ ആണെന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റൂ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ ഈ തന്ത്രിയും ശങ്കർദാസും ഒന്നും അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ ആരെയാണ് ഇക്കാര്യത്തിൽ ഈ ചൂണ്ടുവിരൽ, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ആരെയാണ് ഈ സ്വർണ്ണപ്പാളികൾ ആരെടുത്തു എന്നാണ് രാഹുൽ ഈശ്വർ വിശ്വസിക്കുന്നത്? ആ ചോദ്യമാണ് SIT ചോദിക്കേണ്ടത്. അതായത് യഥാർത്ഥത്തിൽ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം മാത്രമാണോ പോയത്? അങ്ങനെ മാത്രമാണ് പോയതെങ്കിൽ ഈ കേസ് നിലനിൽക്കില്ല. കാര്യം ആത്യന്തികമായി ചില ഗ്രാമുകൾ എന്ന കണക്കിലേക്ക് മാത്രം അത് വരുന്ന അവസ്ഥയുണ്ടാകും. പകരം സ്വർണ്ണപ്പാളികൾ മുറിച്ചു വിൽക്കുകയോ മറിച്ചു വിൽക്കുകയോ ഡിവൈൻ വാല്യൂവിന് വിൽക്കുകയോ ചെയ്യുന്ന ഒരു കാര്യം കണ്ടെത്താനായില്ലെങ്കിൽ ഈ കേസ് നിൽക്കില്ല. ഉദാഹരണം, 1500 ഗ്രാം അല്ലെങ്കിൽ 1.5 കിലോഗ്രാം സ്വർണം ഉണ്ടായത് ഇപ്പം സ്വർണം പൂശി 400 ചില്ലുവാൻ ഗ്രാമായി. ആ 400 ചില്ലാൻ ഗ്രാമിന് ശേഷം ഗോവർദ്ധൻ അടക്കം പറയുന്നത് 10 പവന്റെ മാല മാളികപ്പുറത്തമ്മയ്ക്ക് കൊടുത്തു, പിന്നെ അന്നദാനം നടത്തി, അങ്ങനെ കുറെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ അവസാനം ചെറിയ ഗ്രാമുകളുടെ വ്യത്യാസമേ വരൂ. അങ്ങനെയാണെങ്കിൽ ഈ കേസ് തന്നെ നിലനിൽക്കില്ല. പകരം ആ ഒറിജിനൽ സ്വർണം പതിച്ച ചെമ്പ് പാളികൾ കേരളത്തിന് വെളിയിലോ അന്താരാഷ്ട്ര മാർക്കറ്റിലോ മറിച്ചു വെക്കുകയും മുറിച്ചു വെക്കുകയും ചെയ്യുന്നു എന്ന സൂചനയെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഈ കേസേ തകർന്നു വീഴും. അപ്പാടെ ഈ കേസ് തകർന്നു വീഴും. കാര്യം തന്ത്രിക്ക് ഇതിൽ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. തന്ത്രിക്ക് ഇതിൽ സാമ്പത്തിക ലാഭം എന്തെങ്കിലും ഉണ്ടായി എന്ന് SIT പോലും പറയുന്നില്ല. ബാക്കി ആർക്കെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടായി എന്ന് പറയുന്നില്ല. ബാക്കി ഏകദേശം 1.9 ഒഴിച്ച് ഒരു പ്രതികൾക്കും സാമ്പത്തികമായ ഒരു ഇടപാട് പോലും ഇല്ല. പിന്നെ എന്തിനാ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നത്? സ്വാഭാവികമായ ചോദ്യമല്ലേ? അപ്പൊ ഈ തന്ത്രിക്ക് ഇതിൽ ഒരു ഇടപാടുമില്ല, തന്ത്രിയെ കുടുക്കിയതാണ് എന്നാണ് തന്ത്രിക്ക് ഇതിൽ ഒരു ബന്ധവും ഇല്ലാന്ന SIT റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാകും. കാര്യം തന്ത്രിക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടായിട്ടാണോ അറസ്റ്റ് ചെയ്യുന്നതല്ല. ദേവന്റെ അനുമതി മേടിച്ചില്ല, താന്ത്രിക ആചാരങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞാണ്. അത് പോലീസുകാർക്ക് എങ്ങനെ അറിയാം? ഏതെങ്കിലും അമ്പലത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്താണെന്ന് പോലീസുകാർക്ക് എങ്ങനെ അറിയാം? അത് തന്ത്രിക്കല്ലേ അറിയാവുന്നത്. ഇനി 2 പോലീസുകാരുടെ ആ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചു കാണാൻ നമുക്ക് വിഷമം തോന്നുന്നതാണ്. ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് തന്ത്രി ഇടപെട്ട് തടഞ്ഞില്ല. ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് എങ്ങനെയാണ് തന്ത്രിക്ക് തടയാൻ കഴിയുക? എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി തന്ത്രിയെ കൊടുക്കുകയാണെന്ന് അതിൽ നിന്ന് വ്യക്തമല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്താൽ CPM-ന് നേരെയും ഭരണത്തിന് നേരെയും ഉയരുന്ന മൂർച്ചയുള്ള ആരോപണങ്ങളുടെ മുനയൊടിക്കാമെന്ന് കരുതി ചെയ്യുന്നതാണ്. അതിൽ യാതൊരു നന്മയുമില്ല, സത്യവുമില്ല. നമ്മൾ തിരിച്ചറിയണം. ഇവരെല്ലാം നല്ല പ്രായമായ മനുഷ്യരാണ്. ഇവരെ ഈ പ്രായത്തിൽ ജയിലിലിട്ട് ബുദ്ധിമുട്ടിക്കുന്ന കഷ്ടമാണ്. ഇനി അതിന് അയ്യപ്പ വിശ്വാസി ഇപ്പം തന്ത്രി എന്റെ ബന്ധു ആയതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, അടിസ്ഥാന മനുഷ്യത്വത്തിന്റെ പേരിലാണ്. ഞാൻ ശങ്കരദാസിന്റെ കാര്യം കഴിഞ്ഞ ആഴ്ച തൊട്ട് പറയുന്നതാണ്. ശ്രീ ശങ്കരദാസിനെ അടക്കം ഇതിന്റെ പ്രതികാരത്തായിട്ട് അറസ്റ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ ശ്രീ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യരുത്. കാര്യം അങ്ങനെ അറസ്റ്റ് ചെയ്യാമെന്ന ഓരോ ആഴ്ചയും ഓരോ അറസ്റ്റ് വേണം എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കും. പകരം യഥാർത്ഥത്തിൽ കോടതി ഇടപെട്ട് ഇതേവരെയുള്ള കേസ് പൂർണ്ണമായിട്ട് റിവ്യൂ ചെയ്യുകയും ആ റിവ്യൂ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ വെളിയിൽ വിറ്റിട്ടുണ്ടോ എന്ന ചോദ്യത്തിലേക്ക് SIT ഫോക്കസ് ചെയ്യുകയും ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. ഓക്കെ, വളരെ നന്ദി രാഹുൽ സർ. താങ്ക് യു.